നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ദിവസമായി തീരട്ടെ. ഇന്നത്തെ ദിവസത്തിൽ ധാരാളം ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെറുപ്പകാലഘട്ടം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന, നമ്മളെ പാഠ്യ വിഷയങ്ങളിൽ ഒരു ഭാഗമായിട്ട് കൊണ്ടുവന്ന് മനസ്സിലാക്കി തന്നിരിക്കുന്ന ചില വിഷയങ്ങളാണ്. ശരിയായ ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വ്യായാമം ചെയ്യണം, നല്ല വിശ്രമവും വേണം. ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി ബാലൻസ്ഡ് ആയിട്ട് ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് നല്ല ആരോഗ്യം തന്നെയായിരിക്കും ഉണ്ടാകുക. ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തെ അലട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നല്ല ഭക്ഷണം എന്ന് കഴിക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പോൾ അത് വയറ് നിറച്ച് കഴിക്കലാണോ? അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഊർജം, നമുക്ക് ലഭിക്കേണ്ട വൈറ്റമിൻസ്, നമുക്ക് ലഭിക്കേണ്ട മിനറൽസ്, നമുക്ക് ലഭിക്കേണ്ട ഫാറ്റ്, നമുക്ക് ലഭിക്കേണ്ട ആന്റി ഓക്സിഡൻസ്, നമുക്ക് ലഭിക്കേണ്ട ഫൈബർ, നാരുകൾ, ഇതെല്ലാം അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നല്ല ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വയറ് നിറയെ കഴിക്കലല്ല ശരിക്കും ആരോഗ്യത്തിന് നല്ലത്. എപ്പോഴും ഒരു പകുതി വയറ് കഴിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. നല്ല വിശപ്പുള്ള സമയത്ത് കഴിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ ഇതൊന്നും പാലിക്കാൻ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ആർക്കും, അധികം ആൾക്കാർക്കും സാധിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും വായിന്റെ രുചിയും വയറ് നിറയുകയും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരാണ്. വയറിന് രുചിയുള്ള ഭക്ഷണമായിരിക്കും, അതുപോലെ തന്നെ വയറ് നിറയെ കഴിക്കുകയും ചെയ്യണം. ഇതിന്റെ രണ്ട് കാര്യത്തിലാണ് പലപ്പോഴും ആളുകൾ ഫോക്കസ് ചെയ്യുക. കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച് പോലും പലപ്പോഴും ആളുകൾക്ക് ധാരണയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് രുചി വൈവിധ്യങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന പല ചേരുവകളും വിരുദ്ധ ആഹാരത്തിന് പറ്റുന്ന രൂപത്തിലാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശീലത്തിലേക്ക് ഇന്ന് സമൂഹം മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് തലമുറ, പ്രത്യേകിച്ച് പുതിയതായിട്ട് കടന്നു വരുന്ന സമൂഹം, വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന ഭക്ഷണശീലങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് ഭയം തോന്നുമായിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനെല്ലാം ഇൻഫർമേഷൻസ് കൃത്യമായ സഹായങ്ങൾ ചെയ്യും. അറിവുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശീലങ്ങളിൽ നിന്ന് മാറാൻ മനുഷ്യൻ തയ്യാറാണ്. കാരണം അപകടം എവിടെ ഉണ്ടെന്ന് കണ്ടാലും അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ്. സോ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭക്ഷണ രീതിക്ക് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നാൽ ഉറപ്പായിട്ടും അത് ഉപയോഗിക്കാൻ ജനം തയ്യാറാണ്. നമ്മൾ ഈവനിങ് സ്നാക്സിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഭൂരിപക്ഷം ആൾക്കാരും അത് മൈദ ഭക്ഷണ പലഹാരമാണെന്ന് ഞാൻ പറയുക. കാരണം ഈവനിങ് സ്നാക്സ് ആയിട്ട് മൈദ ഭക്ഷണ പലഹാരം മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞു. അതും ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങാൻ വേണ്ടി സമൂഹം പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിക്കും. വഴിയോരങ്ങളിൽ ലഭിക്കുന്ന എണ്ണ പലഹാരങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നല്ല ടേൺ ഓവറാണ് അത്തരം ആളുകൾക്ക് കിട്ടുന്നത്. ആ പലഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി കഴിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരു ഇടഭക്ഷണം, ഒരു ചായയും ഒരു സ്നാക്സും കഴിക്കുന്നു. പക്ഷെ അത് മൈദ അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണം, ഇതായിരിക്കും ഭൂരിപക്ഷം ആൾക്കാർ ഉപയോഗിക്കുക. എന്നാൽ ആ ഭക്ഷണത്തിലൂടെ മാത്രം നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ദോഷം വരുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ചെറിയ ദോഷമാണോ? എണ്ണ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഉപയോഗിച്ച എണ്ണ മാറി മാറി ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഒരുപാട് പത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. ഈ എണ്ണ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ക്യാൻസറസ് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എണ്ണ ഒന്ന് ചൂടായാൽ പിന്നെ അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ചൂടാവുന്ന എണ്ണ എന്ന് പറയുന്നത് അവിടെ ഫ്രീ റാഡിക്കൽസിന്റെ ചാൻസ് കൂടുതലാണ്. ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസറസ് ആയിട്ട് മാറുന്നത്. സോ ക്യാൻസറസ് ആയി മാറുന്ന അത്തരം പലഹാരങ്ങളെ, അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളെ സ്ഥിര ഉപയോഗത്തിലേക്ക് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വരാൻ പോകുന്ന അപകടാവസ്ഥ എത്രയെന്ന് ആലോചിച്ച് നോക്കി. നമ്മളിൽ ആരെങ്കിലും അത്തരം ഒരു ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? AKF-IPL മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട്. റസ്ക് ഒരു സൊല്യൂഷനാണ്, അവലുകൾ വേറൊരു സൊല്യൂഷനാണ്, മക്കായി കോക്കും മിലോ കോക്കും ഒരു സൊല്യൂഷനാണ്.
തീർച്ചയായും ധാരാളം സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ മില്ലറ്റ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. മില്ലറ്റ് കൊണ്ട് നമുക്ക് മില്ലറ്റ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് പലതരം പലഹാരങ്ങൾ നമുക്ക് തയ്യാറാക്കാം. പക്ഷേ ഇതിന്റെ റെസിപ്പികളെ കുറിച്ച് നമുക്കൊരു ധാരണയില്ലാത്തത് കൊണ്ട്, അത് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊന്നും ആരും ഫോക്കസ് ചെയ്യാറില്ല. എന്നാൽ ഫോക്കസ് ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ട് താനും. ഇന്നലെ ഞാൻ വൈകിട്ട് നമ്മുടെ ദേവിക റാണി മാഡത്തിന്റെ വസതി വിസിറ്റ് ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചു. അവിടെ ചെന്നു. ഈ ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തു. ക്ലാരിഫൈ ചെയ്തതിനു ശേഷം മാഡം ഞങ്ങൾക്ക് ഒരു റെസിപ്പി തയ്യാറാക്കി തന്നു. ഒരു ഭക്ഷണ പദാർത്ഥം, ഈവനിങ് റെസിപ്പി. അത് മനോഹരമായിരുന്നു, ടേസ്റ്റി ആയിരുന്നു, വളരെ നല്ലതായിരുന്നു. തീർച്ചയായും ഞാൻ ഇന്നലെ ദേവിക മാഡത്തിനോട് ആവശ്യപ്പെട്ടു, അതിന്റെ ചേരുവ, അതെങ്ങനെയാണ് നിർമ്മിച്ചത്, അതെങ്ങനെയാണ് തയ്യാറാക്കിയത്, ആ ചേരുവ ഒന്ന് ഇന്നത്തെ സൂമിൽ സംസാരിക്കണം. അപ്പോ ദേവിക റാണി അതിന് സമ്മതിച്ചിട്ടുണ്ട്. സോ ദേവിക റാണി മാഡത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ പലഹാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച ആ ചേരുവ, അതിന്റെ ഒരു മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദേവിക റാണി മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഹാപ്പി ഡേ ടു ഓൾ. എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു പ്രഭാതം നേരുന്നു. സാറ് പറഞ്ഞ പോലെ ഇന്നലെ എനിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു ഇവരുടെ. കാരണം ഞാൻ എപ്പോഴും വിളിച്ചാലും എല്ലാവരോടും ചോദിക്കും, എന്നാ എന്റെ വീട്ടിലേക്ക് വരുന്നേന്ന് ചോദിക്കും. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഉച്ചയൂട്ടൊക്കെ കഴിഞ്ഞ്, ആക്ച്വലി ഇന്നലെ കുറേ സാധനങ്ങൾ വീട്ടിലൊക്കെ തീർന്നിരിക്കുക, നമ്മൾ പോയി എല്ലാം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ സമയത്താണ് ജസ്റ്റ് ചുമ്മാ ഒരു മെസ്സേജ് ഇട്ടു, ഇനി എന്നാ എന്റെ വീട്ടിലേക്ക് വരുന്നതെന്ന്. ടക്കന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു, ദേ ഞങ്ങളിപ്പോ അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഓട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി ഓട്ടമായിരുന്നു. ഉണ്ടോണ്ടിരുന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു, മനുഷ്യ വേഗം പോയി കുറച്ച് പാല് വാങ്ങിച്ചിട്ട് വാ, പഴം വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണമല്ലോ, ഒന്നും ഇരിപ്പില്ല, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വേഗം ആഹാരമൊക്കെ കടവടയിൽ കഴിച്ചിട്ട് വേഗം തന്നെ ഇറങ്ങി പാല് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവണില്ല, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കണല്ലോ എന്ന് പറഞ്ഞു. ശരി, പെട്ടെന്ന് കബോർഡെല്ലാം തുറന്നു നോക്കുമ്പോ നമ്മുടെ ഇരുമ്പ് ചോളത്തിന്റെ അവലിരിക്കണം. ശരി, ഇവനെ തന്നെ പിടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ശർക്കര ഉരുക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ശർക്കര കിട്ടിയാൽ ഞാനത് ഉരുക്കി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ശകലം വെള്ളം ഒഴിച്ച് ബോയിൽ ചെയ്ത് അത് ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെക്കും. കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നോക്കിയപ്പോ ശർക്കര ഇരിപ്പുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടതെന്ന് നോക്കിയപ്പം സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ശരി, ആദ്യമായിട്ട് വരുന്നതല്ലേ എന്ന് വിചാരിച്ച് സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇരുമ്പ് ചോളം കുറച്ച് സോഫ്റ്റ് ആവണമല്ലോ. അപ്പൊ ഈ ഇരുമ്പ് ചോളം സോഫ്റ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പം ഇരുമ്പ് ചോളം സോഫ്റ്റ് ആക്കണമെങ്കിൽ പെട്ടെന്ന് ശകലം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ വെള്ളം മുഴുവൻ കളഞ്ഞ് അങ്ങനെ തന്നെ അത് അടച്ചു വെച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ശകലം സോഫ്റ്റ് ആയിട്ടുണ്ട്. വേഗം തന്നെ നല്ലൊരു കടായി എടുത്തു. അതിലേക്ക് തന്നെ ആ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒഴിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരണ്ടി അതിലേക്ക് ഇട്ടു. അത് രണ്ടും കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് നന്നായിട്ട് വരുമ്പം ഈ ഇരുമ്പ് ചോളം ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു തരി ഉപ്പിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയണേ, കാജു, കുറച്ച് കിസ്മിസ് എല്ലാം നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചു. കൂട്ടത്തിൽ ശർക്കര എള്ളും കൂട്ടത്തിൽ വറുത്ത് മാറ്റി വെച്ചു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ മേളിലേക്ക് പഞ്ചസാരയുടെ കൂടെ ശകലം, അപ്പൊ ഇതിന്റെ വെള്ളം നിൽക്കാൻ പാടില്ലല്ലോ. അപ്പൊ ശർക്കര ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി ആയ കാരണം എനിക്കും വലിയ പിടിയുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോ വണ്ടർഫുൾ ആയിരുന്നു. പഞ്ചസാരയില് നമ്മുടെ ഏലക്ക കൂട്ടി പൊടിച്ചിട്ട് അതിന്റെ മേലെ വിതറി, അത് കഴിഞ്ഞപ്പോ കുറച്ച് നെയ്യ് എടുത്ത ആ നെയ്യിലേക്ക് ഈ കജുവും പിന്നെ എന്താ പറയണേ കിസ്മിസും കൂടെ വറുത്തിട്ട് എള്ളും കൂടെ വറുത്തിട്ട് അതും ചേർത്തു. കുറച്ചു നേരം ഒരു 2-3 നിമിഷം അത് അടച്ചു വെച്ചു. നല്ലോണം ഭാവിയോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ നല്ല ടേസ്റ്റി ആയിരിക്കണേ, സാറ് നല്ല വണ്ടർഫുൾ ആണെന്ന് പറയണേ എന്നൊക്കെ വിചാരിച്ചിട്ട് അടച്ചു വെച്ചു. സത്യം റിയലി വണ്ടർഫുൾ ആയിരുന്നു ആ റെസിപ്പി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാറ് പറയുന്നു, സാറും റസീന മാഡവും കരീം സാറും എല്ലാവരും പറഞ്ഞു വളരെ നല്ലതായിരുന്നു.
അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ റെസിപ്പി നാളെ എല്ലാവരോടും ഒന്ന് പറയണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഇപ്പൊ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അല്ലേ എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. താങ്ക് യു. അപ്പം ഇരുമ്പ് ചോളം ഉപയോഗിച്ച് എങ്ങനെ ഒരു മനോഹരമായ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വളരെ സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ദേവിരാണി മാഡം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും മില്ലറ്റ്സ് ഉപയോഗിച്ച് ധാരാളം ഐറ്റംസ് ഉപയോഗിച്ച് ശീലമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഒന്ന് ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവർക്കും അത് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ സാധിക്കും. ഇന്നലെ റസ്ക് ഉപയോഗിച്ച് എങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കാമെന്ന് ഞാൻ സംസാരിച്ചിരുന്നു. ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. അതൊന്ന് പരീക്ഷിച്ചു നോക്കണം, ഉപയോഗിച്ച് നോക്കണം. ഇപ്പോൾ ദേവിരാണി മാഡം പറഞ്ഞ മെത്തേഡിൽ ഇരുമ്പ് ചോളം ഉപയോഗിച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും വളരെ ടേസ്റ്റിയാണ്, വളരെ രസകരമാണ്, ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇരുമ്പ് ചോളം പോലെയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് നമ്മൾ ഒരു സ്നാക്സ് കഴിച്ചാൽ അത് പോഷക സമൃദ്ധമായിരിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് പിന്നീട് ഒരുപക്ഷെ രാത്രി ഭക്ഷണം കഴിക്കേണ്ടി വരത്തില്ല. കാരണം അതിൽ ഫൈബർ കണ്ടന്റ് നന്നായിട്ടുള്ളത് കൊണ്ട് അതിന്റെ ദഹനം നടക്കാനുള്ള സമയം അല്പം കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു വയറ് നിറഞ്ഞ ഫീല് തന്നെയായിരിക്കും അല്പം കഴിച്ചാൽ പോലും നമുക്ക് ഉണ്ടാകുക. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. സോ വെറുതെ അനാവശ്യമായി അവിടെ ലഭിക്കുന്ന വളരെ മോശമായ എന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന എണ്ണപ്പലഹാരങ്ങൾ ഉപയോഗിക്കുന്ന ശീലത്തെ മാറ്റിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണകരമായ, നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ആരോഗ്യദായകമായ സ്നാക്സുകളിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യപ്പെടണം. നമ്മൾ കൺവേർട്ട് ചെയ്യുകയും നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആൾക്കാർക്കും അതിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് നമ്മുടെ പ്രവർത്തനം വഴി നടക്കാൻ പോകുന്നത്. ആ മാറ്റങ്ങളാണ് 2026 നവംബർ 1 തീയതി ആകുമ്പോൾ ജീവിതശൈലി രോഗമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ 10 ലക്ഷം ആൾക്കാരെ കേരളത്തിന് സംഭാവന ചെയ്യാൻ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ നമ്മളെ സഹായിക്കുക. സോ വളരെ കൃത്യമായ ഒരു ആശയം നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു. എന്താണ് ആശയം? ആരോഗ്യരംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ആശയം. ആ മാറ്റത്തിന് വേണ്ടി വേണ്ടത് ജീവിത ശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റമാണെന്നുള്ള ആശയം. രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം. അത് മനസ്സിന് ഗുണം ചെയ്യുന്ന കാര്യത്തിലായിരിക്കണം, ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യത്തിലായിരിക്കണം. പലപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെങ്കിൽ കൃത്യമായ വ്യായാമം നമ്മൾ ചെയ്യുന്നുണ്ടാകും. ആ വ്യായാമ മുറകൾ ഓരോന്നും പരിശീലിച്ച് ചെയ്യേണ്ട വ്യായാമങ്ങളെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യരംഗത്ത് നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒപ്പം ഗ്ലൈക്കമിക്സ് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം. എന്താണ് ഗ്ലൈക്കമിക്സ് ഇൻഡെക്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ ഒന്നിൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഷുഗറിന്റെ സ്പീഡ് എത്ര വേഗത്തിൽ അത് ആഗിരണം ചെയ്യപ്പെടും. ചില ഭക്ഷണങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. പായസം കഴിച്ചാൽ വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അരി ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ ദഹനശേഷി വളരെ പെട്ടെന്ന് നടക്കും, പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. സോ ഗ്ലൈക്കമിക്സ് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലത്തിൽ നിന്ന് ഗ്ലൈക്കമിക്സ് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യപ്പെടണം. ഫൈബർ കണ്ടന്റ് ഇല്ലാത്ത ഭക്ഷണത്തിൽ നിന്ന് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണത്തിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യപ്പെടണം. പലപ്പോഴും പഴങ്ങൾ കഴിക്കുമ്പോൾ ആ പഴങ്ങൾ റോ ആയിട്ട് കഴിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം പഴങ്ങളെ ജ്യൂസായി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യൂസായി കഴിക്കുമ്പോൾ സ്ഥിരമായി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അപകടമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജ്യൂസായിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും അതിന്റെ ദഹനം അവിടെ കഴിഞ്ഞു എന്നർത്ഥം. സോ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് അത് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ റോ ആയിട്ട് ആ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ, ഒരു മാങ്ങ അത് റോ ആയിട്ട് പൂളിയെടുത്ത് ഓരോ കഷ്ണമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് കഴിച്ച് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അതിലുള്ള നാരുകൾ, അതിലുള്ള പലതരത്തിലുള്ള മിനറൽസ്, വൈറ്റമിൻസ് അതെല്ലാം
ദഹനത്തിലൂടെ മാത്രമേ ശരീരത്തിലേക്ക് കയറുന്നുള്ളൂ. വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറുന്നില്ല. ആ നാരുകൾ നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ചു തന്ന ധാരാളം ഭക്ഷണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ ഒരു ലെക്ചർ ഞാൻ കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ഓരോ സമയത്തും ലഭിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. പേരയ്ക്ക ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട്, മാങ്ങ ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട്, ചക്ക ഉണ്ടാകുന്ന ഒരു സീസൺ ഉണ്ട്. ഇങ്ങനെ ഓരോ സീസണിൽ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ചുറ്റുവട്ടമുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ കഴിക്കേണ്ടത് ആ ഭക്ഷണങ്ങൾ മാത്രമാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. സത്യത്തിൽ ശരിയല്ലേ? പക്ഷേ ഈ ശീലങ്ങളെല്ലാം തന്നെ നമ്മൾ പലപ്പോഴും ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ ശീലങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്ത് പോകുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ചക്കയൊന്നും നമുക്ക് വേണ്ടാത്തൊരു അവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് ചക്ക കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്ലാവുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ചക്ക വില കൊടുത്തു വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചക്കയ്ക്ക് ആവശ്യക്കാരായിട്ട് ആളുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും റെയറായി ലഭിക്കുന്ന ഐറ്റംസിനെ കുറിച്ചാണ് എപ്പോഴും നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുക. എന്നാൽ മില്ലറ്റുകൾ അങ്ങനെയല്ല. ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി ശ്രദ്ധിച്ചാൽ 36% വേൾഡ് കൾട്ടിവേഷന്റെ മില്ലറ്റിന്റെ 36% കൾട്ടിവേറ്റ് ചെയ്യുന്നതും ഇന്ത്യയിലാണ്. നമ്മൾ ഇന്ത്യയിലുള്ളത് ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം. കാരണം ഇഷ്ടംപോലെ മില്ലറ്റ് ലഭിക്കാനുണ്ട്. മില്ലറ്റ് കൃഷി ചെയ്യുന്ന കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടേ? എന്തുകൊണ്ടാണ് മില്ലറ്റുകൾ ധാരാളമായി ആളുകൾ ഉപയോഗിക്കേണ്ടത്? ഒരേ ഒരു കാര്യമാണ്, മില്ലറ്റിൽ എല്ലാ തരത്തിലുള്ള പോഷക ഘടകങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഫൈബറിന്റെ കണ്ടന്റ് ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും ആവശ്യമായ ഡയറ്ററി ഫൈബേഴ്സ് ഓരോ മില്ലറ്റിലും കൃത്യമായിട്ട് വച്ചിട്ടുണ്ട്. ചില മില്ലറ്റിലുള്ള ഡയറ്ററി ഫൈബേഴ്സ് രക്തക്കുഴലുകളെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ചെയ്യുന്നുണ്ട്. ചില ഡയറ്ററി ഫൈബേഴ്സ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റാണ് മില്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും. ഈ ചർച്ചയിലേക്ക് നമ്മൾ എന്നും ഇൻവോൾവ് ആയി വരുമ്പോൾ, ഈ ചർച്ചയിലൂടെ നമ്മൾ പുതിയ പുതിയ പോയിന്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ചർച്ചയിലൂടെ ലഭിക്കുന്ന പോയിന്റിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് മാറ്റങ്ങൾ നമ്മുടെ കൂടെ വരിക. എന്നാൽ തിരക്കേറിയ ജീവിതത്തിൽ ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ഏറ്റെടുക്കാനോ പറ്റാത്ത ഒരു സമൂഹവും നമ്മുടെ നാട്ടിലുണ്ട്. 24 മണിക്കൂർ അവർക്ക് തികയാത്തൊരവസ്ഥയിലാണ്. നമ്മൾ പലരും അങ്ങനെയായിരിക്കാം, ഒരുപക്ഷെ ഞാൻ അങ്ങനെയായിരിക്കാം. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ചില ചിട്ടകൾ വരണം. നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം. അത് മുതിർന്നവർക്ക് മാത്രം മതിയോ? പോരാ, കുട്ടികൾക്കും വേണം. നമ്മുടെ എംപ്രോ ഗോൾഡ് എന്ന പ്രൊഡക്റ്റ് അതിന് ഉതകുന്നതാണ്. 1.5 വയസ്സിന് മേലെ പ്രായമുള്ള ആർക്കും കൊടുക്കാവുന്ന ഒരു സമീകൃത ആഹാരമാണ് എംപ്രോ ഗോൾഡ്. ആ എംപ്രോ ഗോൾഡിൽ 9 മില്ലറ്റുകളാണ് ഉള്ളത്. ബദാമുണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, ചെറുപയറുണ്ട്, ബാർലി ഉണ്ട്, മുതിരയുണ്ട്, നിലക്കടലയുണ്ട്. ഇത്രയും ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഈ ഐറ്റംസ് എല്ലാം കൃത്യമായ ചേരുവയിൽ ശാസ്ത്രീയമായ ഒരു അളവുകോൽ വെച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നു. അത് പുഴുങ്ങി, കഴുകി, ഉണങ്ങി, പൊടിച്ച്, വറുത്തെടുത്തിരിക്കുന്നു. അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പ്രിസർവേറ്റീവ് പോലും ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഏതായാലും എംപ്രോ ഗോൾഡ് സ്ഥിരമായി ഉപയോഗിക്കുന്ന എല്ലാവർക്കും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ചെറിയ മാറ്റങ്ങളല്ല, വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ എംപ്രോ ഗോൾഡ് 1 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളെ പരിശോധിച്ചപ്പോൾ അവർക്കെല്ലാം ശാരീരികമായിട്ട് ഒരുപാട് ഗുണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആ ഗുണങ്ങളെല്ലാം പല തരത്തിലാണ്. താരൻ പോയവരുണ്ട്, മുടി കൊഴിച്ചിൽ മാറിയവരുണ്ട്, സ്കിൻ ടോൺ ചേഞ്ച് ചെയ്തവരുണ്ട്, ഫേസിന്റെ ഒരു ബ്യൂട്ടി ക്ലാരിറ്റി കൂടിയ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്ത ആൾക്കാരുണ്ട്, കൊളസ്ട്രോൾ ലെവൽ മാറിയ ആൾക്കാരുണ്ട്, ഫാറ്റ് ലിവർ മാറിയ ആൾക്കാരുണ്ട്. ദഹനേന്ദ്രിയ വ്യവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ മോഷൻ ക്ലിയർ ആയ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. മോഷൻ എല്ലാം ക്ലിയർ ആകുക എന്ന് പറയുമ്പോൾ ദഹനം കൃത്യമായി നടക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയെന്നർത്ഥം. സ്കിന്നിന്റെ പ്രോബ്ലം മാറി എന്ന് പറയുമ്പോൾ ഒരുപാട് മരുന്നുകൾ അതിനുവേണ്ടി ചെലവഴിച്ചവരാണ്. താരൻ മാറി എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ്. പക്ഷെ മാറുന്നില്ല. എന്നാൽ എംപ്രോ ഗോൾഡ് എന്ന ഉൽപ്പന്നം അകത്താണ് നമ്മൾ കഴിക്കുന്നത്. 2 സ്പൂൺ പൗഡർ രാവിലെയും 2 സ്പൂൺ പൗഡർ വൈകിട്ടും. അതും ഏറ്റവും എളുപ്പത്തിൽ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ ഇട്ട് ഇളക്കുന്നു, കുടിക്കുന്നു. വൈകുന്നേരവും
2 സ്പൂൺ പൗഡർ ഒരു ചെറു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഇളക്കുന്നു, കുടിക്കുന്നു. ഇതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണി കഴിക്കാം, വൈകിട്ട് അത്താഴവും കഴിക്കാം. എന്നാൽ കുറച്ചങ്ങോട്ട് ചെയ്തു പോകുമ്പോൾ പലപ്പോഴും രാത്രി എംപ്രോഗോൾഡ് മാത്രം കഴിക്കുന്ന ശീലത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം ശരീരം മനസ്സിലാക്കും, ഈ എംപ്രോഗോൾഡ് കിട്ടുമ്പോൾ തന്നെ എനിക്ക് ആവശ്യമുള്ളതായി, എന്റെ ബോഡിക്കുള്ളത് ആവശ്യമുള്ളതായി, എന്റെ പ്രവർത്തനത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്, പിന്നെ എന്തിന് വേറെ ഭക്ഷണം? സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രെയിൻ തരുന്ന മെസ്സേജ് നമുക്കിനി ഭക്ഷണം വേണ്ട എന്ന മെസ്സേജ് ആയിരിക്കും. വയറ് നിറഞ്ഞ ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഇന്ന് അങ്ങനെ ഒരു ഫീലിലേക്ക് നമുക്ക് പലപ്പോഴും എത്താൻ പറ്റാറില്ല. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. വീണ്ടും വീണ്ടും കഴിക്കേണ്ട ശീലത്തിലാണ്. ഒരു മാഡം, നമ്മുടെ കൂടെയുള്ള ഒരു മാഡം, തൈറോയിഡിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതാണ്, PCOD പ്രോബ്ലം ഉണ്ടായിരുന്നതാണ്, സർജറി സജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ എംപ്രോഗോൾഡിന്റെ സ്ഥിരം ഉപയോഗത്തിലേക്ക് വന്നപ്പോൾ അതിനു മുമ്പ് അവർക്കുണ്ടായിരുന്ന ശീലം ഒരു ദിവസം 5 or 6 പ്രാവശ്യം ചോറ് കഴിക്കുമായിരുന്നു. അവരുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഒരു ആവേശമായിരുന്നു ചോറ് തിന്നതിനെ കുറിച്ച്. ചോറ് കണ്ടാൽ അപ്പൊ തന്നെ ഒരു ആവേശമായിരുന്നു, കഴിക്കണം കഴിക്കണം എന്നൊരു ആവേശം. പക്ഷെ ഇന്ന് ആ മാഡത്തിനോട് സംസാരിക്കുമ്പോൾ ആ സർജറി ഇല്ലാതെ തന്നെ PCOD പ്രോബ്ലത്തിന് സൊല്യൂഷനായി. തൈറോയ്ഡ് എന്ന പ്രോബ്ലം ടോട്ടലി ചേഞ്ച് ആയി. അതിനുവേണ്ടി അവർ വീട്ടിൽ ഉപയോഗിച്ച ഉപ്പിനെ ചേഞ്ച് ചെയ്ത് ഹിമാലയൻ പിങ്ക് സോൾട്ടിലേക്ക് മാറി. ഒരു 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് നല്ല കൺട്രോൾഡായി. ഇതുവരെയും മെഡിസിൻ കഴിച്ചിട്ട് അങ്ങനെ ഒരു കൺട്രോൾ അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോ വലിയ മാറ്റമാണ് അവർക്ക് സംഭവിച്ചത്. ഇന്ന് ചോറിനുള്ള ആവേശം കുറഞ്ഞു. അവർ മില്ലറ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. എംപ്രോഗോൾഡ് സ്ഥിരമാക്കി. വലിയ ആരോഗ്യ മാറ്റം അവരിൽ കാണുന്നു. അവരെ കൂടെ സംസാരിക്കുമ്പോൾ, അവരുടെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെറുതെ പറയുകയല്ല, യഥാർത്ഥത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ഇതുപോലെ ധാരാളം ആളുകൾക്ക് ഒരു മെസ്സേജാണ് മില്ലറ്റിന്റെ ഉപയോഗത്തിലൂടെ കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ. ഇത് AKF IPL എന്ന പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ മാത്രം പ്രസക്തിയല്ല. മില്ലറ്റ് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ആരെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഇത്തരം ഗുണങ്ങൾ കിട്ടും. എങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ആളുകൾക്കും ഇതൊരു മെസ്സേജ് ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അതിന്റെ ക്ലാരിറ്റി, അതിന്റെ വ്യക്തത, അതിന്റെ മൊമെന്റം കൂടുക. ആ മൊമെന്റമാണ് 2026 നവംബർ 1 ആകുമ്പോഴത്തേക്കും ആരോഗ്യ രംഗത്തേക്ക് വലിയൊരു സംഭാവന നമുക്ക് ചെയ്യാൻ സാധിക്കുക. ജീവിതശൈലി മുക്തമായ ഒരു 10 ലക്ഷം ആൾക്കാരെ ക്രിയേറ്റ് ചെയ്ത് കേരളത്തിന് സംഭാവന ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. സോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതിന്റെ നിമിത്തങ്ങളായിട്ടുള്ള ധാരാളം പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രോഗ്രാമാണ് ഈ വരുന്ന വ്യാഴാഴ്ചയുള്ളത്. വ്യാഴാഴ്ച നടക്കുന്ന ആ പ്രോഗ്രാം 1 day out പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ആരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം വേറെ ഒരു എനർജി ലെവലായിരിക്കും ആ പ്രോഗ്രാം കഴിയുമ്പോൾ ലഭിക്കുക. എന്താണ് എനർജി ലെവൽ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് വൈകിട്ട് പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ മനസ്സ് വേറൊരു തലങ്ങളിലായിരിക്കും ചിന്തിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള മനസ്സായിരിക്കും. ആ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള മനസ്സിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ മുടക്കിയാലും സാധിക്കില്ല. എന്നാൽ ഒരു ദിവസം ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. എല്ലാം മറന്ന്, എല്ലാ തിരക്കുകളും മറന്ന്, എല്ലാ ടെൻഷൻസും മറന്ന് ഒരു ദിവസം ടോട്ടലി നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത കുറെ ആളുകളുമായിട്ട് ഇടപെടുകാനുള്ള അവസരം, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ, മനസ്സ് ശരീരം ഫ്രീ ആക്കി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, അതാണ് 1 day out പ്രോഗ്രാമിൽ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. സോ ആ പ്രോഗ്രാം ഇതുവരെ ബുക്ക് ചെയ്ത ആളുകളുണ്ട്, അച്ചീവ് ചെയ്തെടുത്ത ആൾക്കാരുണ്ട്. ഇനി ബുക്ക് ചെയ്യാത്തവർ ആരെങ്കിലും ഈ മീറ്റിംഗ് ഹാളിൽ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. വ്യാഴാഴ്ച, അതായത് ഇന്ന് ചൊവ്വാഴ്ചയാണ്, ബുധൻ വ്യാഴം 2 ദിവസം മാത്രമാണ് മുമ്പിലുള്ളത്. വ്യാഴാഴ്ച ദിവസം രാവിലെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബുധനാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. സോ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ദിവസവും 24 മണിക്കൂർ മാത്രമേ നമുക്കുള്ളൂ. ഈ 24 മണിക്കൂറിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. സോ പ്രാധാന്യമുള്ള ആ ദിവസങ്ങളിലേക്ക്, ആ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും പുലർച്ചെ എത്താൻ പോകുന്നത്. സോ ഇന്നത്തെ ദിവസത്തിലേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞു. സൂര്യനത ഉദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ ഉദിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടിയുള്ളതായിരിക്കണം. നമ്മുടെ ശരീരത്തിന് സ്നേഹിക്കുന്നതിന് വേണ്ടിയായിരിക്കണം.
നമ്മളോട് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള രൂപത്തിലായിരിക്കണം. നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ആരോഗ്യദായകമായി സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മുടെ വ്യായാമ മുറയിലും നമ്മുടെ വിശ്രമത്തിലുമെല്ലാം അതിനുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഇല്ലാത്തവരാണെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതെങ്ങനെ എന്ന് അറിയാനാണ് ഇത്തരം പ്രോഗ്രാമുകൾ നമ്മളെ സഹായിക്കുന്നത്. സോ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം എംപ്രോ ഗോൾഡ് ഉപയോഗിച്ചതിന് ശേഷം, എംപ്രോ ഗോൾഡ് ഉപയോഗിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അവസ്ഥാവിശേഷം, എംപ്രോ ഗോൾഡ് ഉപയോഗിച്ചതിന് ശേഷം എന്റെ ബോഡിയിൽ വന്നൊരു അവസ്ഥാവിശേഷം, ആ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരാൾ മൈക്ക് ഓപ്പൺ ചെയ്തൊന്ന് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ നമ്മുടെ വിദ്യാലയമായിട്ട് ബന്ധപ്പെട്ട് ഒരു 6-8 ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ ഇറങ്ങൂട്ടോ. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കണ എല്ലാ മില്ലറ്റുകളും നമ്മുടെ എംപ്രോ ഗോൾഡും തന്നെയാണ്. ഓക്കെ. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഇതൊക്കെ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഷുഗറിന്റെ ഗുളികയും ഇൻസുലിനൊക്കെ എടുത്ത കാലത്ത് നമ്മള് മിക്കവാറും എന്തെങ്കിലും കുറച്ച് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 മണി 3 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ ശരീരമൊക്കെ തളരുന്നു. നമുക്ക് വിശ്രമം ആവശ്യം, തലയ്ക്ക് ഭാരം വരും, ഒക്കെ വിശ്രമം വേണമെന്ന്, എനിക്ക് കൂടുതൽ വിശ്രമം വേണം. പക്ഷെ എനിക്ക് കഴിഞ്ഞ നമ്മള് ഞായറാഴ്ച അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു, നമ്മുടെ പ്രോഗ്രാമിന്റെ ക്ലൈമാക്സ് ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അതിന്റെ പിന്നാലെയൊക്കെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെളുപ്പിന് 1 മണിക്ക് എണീച്ചു. അതായത് രാത്രി 1 മണിക്ക് എണീറ്റ് ഉറക്കം തെളിഞ്ഞ് എണീച്ചു. 10 മണിയായപ്പോ കിടന്നിട്ട് 1 മണിയായപ്പോ എണീറ്റു. പിന്നെ നമ്മൾ കുളിച്ച് നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓടി നടന്ന് നമുക്ക് പിന്നെ നമ്മൾ കിടക്കുന്നത് വൈകിട്ട് 9 മണിയാകുമ്പോഴാണ്. അപ്പൊ അത്രയും സമയം നമുക്ക് ഊർജ്ജസ്വലമായിട്ട് നടക്കാനും ക്ഷീണം തോന്നാതെ ഇരിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുവാണ് ശരിക്കും. അപ്പൊ അത് നമ്മൾ ഈ ഫുഡ് മാറ്റിയതിന്റെയും ഈ മില്ലറ്റുകൾ കഴിച്ചതിന്റെയും എംപ്രോ ഗോൾഡ് കഴിച്ചതിന്റെ റിസൾട്ടാന്നുള്ളത് എനിക്ക് വേഗം തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ശരി. പിന്നെ സാറേ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണം സാറേ. ഈ യൂറിക് ആസിഡിനെ നമ്മൾ ഈ മില്ലറ്റുകൾ എങ്ങനെ അത് സുഖപ്പെടുത്തുന്നു, ജസ്റ്റ് ഷോർട്ട് സാറൊന്ന് വിവരിക്കാവോ? യൂറിക് ആസിഡിനെ എങ്ങനെ സുഖപ്പെടുത്തുന്നു എന്നാണോ? യൂറിക് ആസിഡ് എന്ന അവസ്ഥാവിശേഷം വരുന്നത് എന്തുകൊണ്ടാന്നുള്ളതാണ് ആദ്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ അവസ്ഥാവിശേഷം വരാനുള്ള കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ അതെങ്ങനെ സുഖപ്പെടുന്നു എന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കാൻ ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാം കൃത്യമായി നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓരോ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരുന്നത് ജോയിന്റുകളിലാണ്. യൂറിക് ആസിഡ് എന്നുള്ളത് ശരീരത്തിൽ വേണ്ട ഒരു കണ്ടന്റ് ആണ്. അതിൽ അളവിൽ കൂടുമ്പോഴാണ് അതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്നത്. അത് നോർമലി എത്ര ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ വരുന്നതിനെ ശരീരം തന്നെ അത് റിമൂവ് ചെയ്ത് കളയുന്നുണ്ടാകും. ആ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ കൃത്യമായിട്ട് വരാതിരിക്കുമ്പോഴാണ് അത് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുക. സോ മില്ലറ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ, എംപ്രോ ഗോൾഡ് പോലുള്ള പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ഇന്റേണൽ അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ പോഷകങ്ങൾ, അത് വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും പ്രോട്ടീൻ ആയാലും ഫാറ്റ് ആയാലും ആന്റി ഓക്സിഡന്റ് ആയാലും കൃത്യമായി നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഈ അവയവങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ഇൻബാലൻസിങ്, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ട് ദൈവം സൃഷ്ടിച്ചെന്ന ഈ ശരീരത്തിന്റെ ഇൻബാലൻസിങ് ആണ് ആരോഗ്യ പ്രശ്നത്തിന് കാരണം. അത് കറക്റ്റ് ചെയ്യപ്പെടും. അത് കറക്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് യൂറിക് ആസിഡ് പ്രശ്നം പരിഹരിക്കപ്പെടുക. അതിന്റെ കെമിക്കൽ സാധ്യതകളും അതിന്റെ ടെക്നിക്കൽ വശങ്ങളും പറയണമെങ്കിൽ ഈ ഒരു സമയം മാത്രം പോരായ്മ വരും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. വേറെ ആർക്കെങ്കിലും? 2 മിനിറ്റ് സമയമുണ്ട്. എംപ്രോ ഗോൾഡ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ ഒരു ഗുണത്തെക്കുറിച്ച്, നമ്മൾ ഇതിനു മുമ്പ് അനുഭവിച്ച ഒരു കാര്യവും ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യവും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറേ, ഞാൻ ഈ നമ്മുടെ എംബ്രോ ഗോൾഡ് അല്ല, നമ്മുടെ ഹിമാലയൻ റിസൾട്ട് കഴിക്കുന്നതിന് മുമ്പ് വയറ് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറിന്. പക്ഷെ നമ്മുടെ ഹിമാലയൻ റിസൾട്ട് ശേഷം വയറൊന്ന് ലൂസായി അഴഞ്ഞ് വയറിന് കമ്പിച്ച് നിന്ന് അത്രയും വയറ് കുറയും. എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, വയറിനകത്ത് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് കുറഞ്ഞതായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എംബ്രോ ഗോൾഡ് നമ്മൾ നിരന്തരം കഴിക്കാൻ തുടങ്ങുമ്പോൾ വയറിന് വീർത്ത് നിൽക്കുന്ന അവസ്ഥ മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നു. അതായത് ഒരു എപ്പോഴും ഇങ്ങനെ വയറ് നിറഞ്ഞൊരു ഫീല്, ഒരു ഗ്യാസ് ഫിൽ ചെയ്തൊരു ഫീലിൽ നിന്ന് വയറൽപ്പം ഫ്രീ ആയി നിൽക്കുന്ന ഒരു ഫീലിലേക്ക് എത്തിയെന്നർത്ഥം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. 1 മിനിറ്റ് സമയം കൂടെ ഉണ്ട്. വേറെ ആർക്കെങ്കിലും? ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഗുഡ് മോർണിംഗ്. എനിക്ക് എൻ്റെ അവസ്ഥകൾ, ഈ എംബ്രോ ഗോൾഡ് കഴിച്ചിട്ടുള്ള എൻ്റെ അവസ്ഥകൾ ഞാൻ പല മീറ്റിങ്ങുകളിലും പല അവസരങ്ങളിലും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് എനിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നമ്മുടെ കാലിൻ്റെ മുട്ടുവേദന തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് നടക്കാൻ വയ്യാത്ത, പിടിക്കാതെ നടക്കാൻ വയ്യാത്തൊരവസ്ഥകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ പറയേണ്ടതായിട്ട് പലരും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പലരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതാണ് എൻ്റെ അവസ്ഥ. എനിക്കുണ്ടായിട്ടുള്ള അവസ്ഥ ഇതാണ്. എനിക്കിപ്പോ ഒന്ന് തുള്ളിച്ചാടുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നേരത്തെ പിടിച്ചു നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ഞാൻ തുള്ളിച്ചാടുന്നൊരവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് എംബ്രോ ഗോൾഡിന്റെ മാത്രം ഉപയോഗം കൊണ്ടാണ്. മില്ലറ്റുകൾ ദിവസവും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ അപ്പമായിട്ടും ഉപ്പുമാവായിട്ടും കഞ്ഞിയായിട്ടും പല രീതിയിൽ ദിവസം ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ദേവിക റാണിയുടെ